നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലുലു മാളിന്റെ പേരിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെ ചൊല്ലി MC റോഡിലെ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടി പതിവാകുന്നു. സമയത്തെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് നിറയെ യാത്രക്കാരുമായി എത്തിയ സ്വകാര്യ ബസിനെ മറ്റൊരു ബസ് ഇടിച്ചു വീഴ്ത്തിയതാണ് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം. ഡിസംബർ 27 വൈകിട്ട് 6:10 കോട്ടയം കൊടിമതയിലുണ്ടായ സംഭവത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയെന്ന തണ്ടപ്ര എന്ന സ്വകാര്യ ബസിനെയാണ് ഞാലിയാക്കുഴി റോഡിൽ സർവീസ് നടത്തുന്ന വിജയലക്ഷ്മി എന്ന ബസ് ഇടിച്ചു വീഴ്ത്തിയത്. സംഭവത്തിൽ 3 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചതോടെ MC റോഡിൽ കോടിമാത മുതൽ നാട്ടകം വരെ വലിയ ഗതാഗതക്കുരുക്കാണ്. ഇതുമൂലം സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സമയത്തിനുള്ളിൽ വലിയ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഇത് ഒഴിവാക്കാനാണ് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരം, ഓട്ടവും തർക്കവും പതിവാകുന്നത്. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ പരുത്തുംപാറയിൽ TCM എന്ന സ്വകാര്യ ബസ് കൊല്ലറാട്ട് എന്ന ബസ്സിൽ ഇടിപ്പിച്ചത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. 27 വൈകിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്നു തണ്ടപ്ര. ഈ സമയത്താണ് വിജയലക്ഷ്മി ബസ് ഞാലിയംകുഴിയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിയത്. ലുലുമാളിന്റെ ഭാഗത്ത് കുരുക്ക് ഒഴിവാക്കുന്നതിനായി നാട്ടകം മറിയപ്പള്ളി ഭാഗത്തുകൂടി കടന്നു വരേണ്ട വിജയലക്ഷ്മി ബസ് ഈ റൂട്ട് ഒഴിവാക്കി മുളങ്കുഴിയിൽ വന്ന് കയറുകയായിരുന്നു. ഇത് ചൊല്ലിയാണ് മണിപ്പുഴയിൽ നിന്നും 2 ബസ്സുകളും തമ്മിൽ തർക്കമുണ്ടായത്. ഇതിനുശേഷം കോടിമാത 4 വരിപ്പാത അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് വിജയലക്ഷ്മി ബസ് തണ്ടപ്രയിൽ ഇടിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അപകടത്തിൽ ബസിന്റെ ചില്ലടക്കം പൊട്ടി 3 യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇവർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 2 ബസ്സുകളും ചിങ്ങവറ പോലീസ് പിടിച്ചെടുത്തു. 2 ബസ് ഉടമകളോടും ജീവനക്കാരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.